ഈ കൊലയാളി തന്റെ വലതുകൈ ഒടിഞ്ഞതായി അഭിനയിച്ച് പ്ലാസ്റ്ററിനുള്ളിൽ ഒരു തോക്ക് ഒളിപ്പിച്ചിരുന്നു. വീൽചെയറിലിരിക്കുന്ന ഒരു കോടീശ്വരനെ കൊന്ന് വലിയൊരു തുക പ്രതിഫലം വാങ്ങി വിരമിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. എന്നാൽ അയാൾ വെടിവെക്കാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ദൂരെ നിന്നും മറ്റൊരു കൊലയാളി ഒരു ഹൈ പവർ റൈഫിൾ ഉപയോഗിച്ച് കൃത്യമായി ആ ലക്ഷ്യത്തിന്റെ നെഞ്ചിൽ തന്നെ വെടിവെച്ച് വീഴ്ത്തി. സംഭവം നടന്നതോടെ അവിടെ ആകെ ബഹളമായി. ബോഡി ഗാർഡുകൾ കൊലയാളിക്കായി തിരച്ചിൽ തുടങ്ങി. ആ സമയത്താണ് ഒരു തൂപ്പുകാരന്റെ വേഷത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ കൊലയാളിയെ സ്റ്റാലോൺ ശ്രദ്ധിക്കുന്നത്. തന്റെ പ്രതിഫലം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ സ്റ്റാലോൺ ഒളിഞ്ഞിരുന്ന് വെടിയുതിർത്തെങ്കിലും അത് ലക്ഷ്യം തെറ്റി. തിരിച്ചും വെടിവെപ്പുണ്ടായതോടെ രണ്ടുപേരും സുരക്ഷിതമായ ഇടങ്ങളിൽ മറഞ്ഞു നിന്നു. അതിനിടെ കുറെ ബോഡിഗാർഡുകൾ ചേർന്ന് രണ്ടാമത്തെ കൊലയാളിയെ വളഞ്ഞെങ്കിലും വെറും 3 സെക്കൻഡിനുള്ളിൽ അയാൾ അവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തി. താൻ നേരിടുന്നത് ഒരു അതിവിദഗ്ധനെയാണെന്ന് സ്റ്റാലോണിന് മനസ്സിലായി. എന്നാൽ ഭയപ്പെടുന്നതിന് പകരം ആ കൊലയാളി ഈ വെല്ലുവിളി ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്ന് 2 പോലീസ് വണ്ടികൾ വന്ന് രക്ഷപ്പെടാനുള്ള വഴി തടഞ്ഞു. പോലീസിന്റെയും സ്റ്റാലോണിന്റെയും ഇടയിൽ കുടുങ്ങിയ രണ്ടാമത്തെ കൊലയാളി അപ്രതീക്ഷിതമായി പോലീസിന് കീഴടങ്ങി. ഇതോടെ മറ്റൊരു വഴിയുമില്ലാതെ സ്റ്റാലോണിന് അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു.